നിങ്ങളൊക്കെ ഇങ്ങനെ ഉണക്കമുളക് തീക്കനലിൽ ചുട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കലുണ്ടാ? ഇത് മുന്നേക്ക് ഇവിടെ എല്ലാം അച്ഛനാ ഇല്ലപ്പോൾ ഇങ്ങനെ ഉണക്കമുളക് തീക്കനലിൽ ചുട്ടെടുത്തിട്ട് ചെറിയ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കായിരുന്നു കേട്ടോ. അന്ന് അമ്മിയമ്മയിലിട്ട് ഇങ്ങനെ ഒന്ന് അരച്ചെടുക്കലാന്ന്. ഇപ്പോൾ ആ അമ്മി ഉപയോഗിക്കുന്നില്ല, ഒക്കെ മിക്സിയിലായ കാരണം. അപ്പം ഞാൻ ഇന്നൊരു 5-6 ഉണക്കമുളകൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കനൽ പോലൊക്കെ ഊരിയിട്ട് ചുട്ടെടുത്തു. എന്നിട്ട് ഇങ്ങനെ ഇത് ചെറിയ ഈ ഉരലിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തു കേട്ടോ. ഒരു 5-8 ചെറിയ ഉള്ളി തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഈ 2 എണ്ണൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത്. ഈ ഉണക്കമുളക് ചുട്ടതിൻ്റെയും ചെറിയ ഉള്ളിയും അതിൻ്റെയൊക്കെ ഒരു മണം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് ഒന്നും കൂടി ഒന്നൊക്കെ ഇങ്ങനെ ചതച്ച് എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് കോരി വെച്ചേ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതാ കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി എല്ലാം കൂടി ഉപ്പും മുളകും വെളിച്ചെണ്ണയും ഉള്ളിയും എല്ലാം കൂടി ഒന്ന് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി എടുത്തു വെച്ചുട്ടാ. ഇതിൻ്റെ ഒരു മണവും രുചിയും ഒന്ന് വേറെ തന്നെയാണ്. ഇത് നമ്മളിങ്ങനെ ആക്കുമ്പം തന്നെ അതിനൊരു നല്ലൊരു മണം വരുന്നുണ്ടാവും. നമുക്ക് വായയിൽ വെള്ളം വരും. ഈ നമ്മൾ ഈ ചീനച്ചട്ടിയിൽ എണ്ണയിൽ ഉള്ളിയും മുളകും ചൂടാക്കി ഉണ്ടാക്കുന്ന ചമ്മന്തിനെക്കാട്ടി എത്ര നല്ല രുചിയാണെന്ന് ഈ ഒരു ചമ്മന്തി. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ തരണേ. താങ്ക്